ഇന്ന് വിഷുവാണ്. അപ്പം വിഷു മാത്രമല്ല, ഇത് എൻ്റെ ബർത്ത്ഡേയും കൂടെയാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം ആരെങ്കിലും ഒരാളേലും കുറച്ച് ഹാപ്പി ആക്കണമെന്നുണ്ട്. അപ്പം നമുക്ക് നോക്കാം. ഐ ഡോണ്ട് നോ ഇറ്റ് ഹാപ്പൻസ്, ലെറ്റ്സ് സീ. അപ്പം നോക്കാം. അപ്പം നമ്മൾ നേരെ ചെന്ന് ഈ ബർത്ത്ഡേ ബേബിയും കൂട്ടിയിട്ട് പോകണം. അപ്പോൾ ഇവനൊന്ന് ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇവനെയും കൂട്ടി നമ്മൾ പോയത് നമ്മൾ സ്ഥിരം കഴിക്കുന്ന ഒരു ഹോട്ടലിൽ നിന്നാണ്. അവിടെ നിന്ന് കുറച്ച് പൊതിച്ചോറൊക്കെ വാങ്ങിയിട്ട് നേരെ പോകുന്ന വഴിയിൽ പാളയംപള്ളിയുടെ അവിടെ വെച്ച് ഈ ഒരു അമ്മൂമ്മ വന്നിട്ട് വെയിലത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അമ്മയ്ക്ക് കൊണ്ട് നമ്മൾ കഴിച്ചോന്ന് ചോദിച്ചപ്പോഴത്തേക്കില്ല, മക്കളെ കഴിച്ചില്ലെന്ന് പറഞ്ഞു. പിന്നെ നേരെ വന്ന് വണ്ടിയിൽ നിന്ന് വന്നിട്ട് ഒരു പൊതിയെടുത്ത് അതിലൊരു ചെറിയൊരു വിഷു കൈനീട്ടം ചെറിയൊരു അമൗണ്ടും കൂടെ വെച്ച് അമ്മയ്ക്ക് കൊണ്ട് കൊടുത്തു. അപ്പോൾ അമ്മയ്ക്കും ഹാപ്പിയായി. അമ്മയും വന്നിട്ട് അമ്മയുടെ ഒരു ചിരി കണ്ടപ്പം നമ്മളും ഹാപ്പിയായി. അപ്പോൾ അമ്മ അവിടെ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മൾ നേരെ ഓവർ ബ്രിഡ്ജിൻ്റെ താഴോട്ട് പോയി. ഓവർ ബ്രിഡ്ജിൻ്റെ അവിടെ വെച്ചാണ് ഈ ഒരു അപ്പൂപ്പനെ കണ്ടത്. അപ്പോൾ അപ്പൂപ്പനോട് കഴിച്ചെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അപ്പൂപ്പൻ ഇല്ല മക്കളെന്ന് പറഞ്ഞു. അപ്പം അപ്പൂപ്പൻ കൊണ്ട് പ്ലാസ്റ്റിക് ഒക്കെ വിറ്റാണ് ജീവിക്കുന്നത്. അപ്പം അപ്പൂപ്പന് ഒരു പൊതി കൊടുത്ത ശേഷം നേരെ കിഴക്കേക്കോട്ടെ ചെന്ന് പത്മനാഭനെ ഒന്ന് ജസ്റ്റ് കണ്ട ശേഷം വന്നിട്ട് അവിടുത്തെ ശിലകളും ഇതൊക്കെ കണ്ട് തിരിച്ച് വരുന്ന വഴിയിലാണ് ഈ ഒരു അമ്മയെ കണ്ടത്. അപ്പോൾ അമ്മയോട് വെച്ചപ്പോൾ അമ്മ കഴിച്ചു. എന്തായാലും വിഷു കഴിഞ്ഞിട്ട് നന്നാൽ മതി മക്കളെ എന്ന് പറഞ്ഞ് ആ ചിരി കണ്ടപ്പോഴത്തേക്ക് ഒരു ചെറിയൊരു എമൗണ്ട് കൊടുത്തപ്പോൾ അമ്മ നമ്മളെ അനുഗ്രഹിച്ച് നന്മ വരട്ടെ എന്ന് പറഞ്ഞിട്ട് അമ്മയും പോയി. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ അവിടെ നിന്നും ഹാപ്പി ആയിട്ട് ഇറങ്ങി നേരെ തിരിച്ച് വന്ന വഴിയിലാണ് വന്നിട്ട് നിയമസഭയുടെ അവിടെ വെച്ചാണ് ഞാൻ ഈ ഒരു അമ്മയെ കാണുന്നത്. അപ്പോൾ അമ്മ വന്നിട്ട് ഓൾറെഡി കഴിച്ചു. എനിക്ക് തണുത്ത വെള്ളം എന്തായാലും മതി മക്കളെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയ്ക്ക് വന്നിട്ട് ഒരു 7up വാങ്ങിക്കൊടുത്ത ശേഷം അമ്മയുടെ കാര്യങ്ങളൊക്കെ തിരക്കിയപ്പോഴാണ് അമ്മയ്ക്ക് വയ്യാത്തതാണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വരുന്ന വഴിയാണ് കാല് വന്നിട്ട് നീരൊക്കെ ഉണ്ട്. അപ്പം മരുന്ന് എഴുതുന്നുണ്ട് മക്കൾ. അപ്പം മരുന്ന് വാങ്ങാനൊന്നും കാശില്ലെന്ന് പറഞ്ഞപ്പം നമ്മുടെ കയ്യിൽ വലിയ എമൗണ്ട് ഒന്നും ഇല്ലായിരുന്നു. ഒരു ചെറിയൊരു എമൗണ്ട് അമ്മ പറഞ്ഞതിൽ നിന്ന് ഒരു ഭാഗം പോലും ഇല്ല. ഒരു ചെറിയൊരു എമൗണ്ട് നമ്മൾ അമ്മയ്ക്ക് കൊടുത്ത് പിന്നെ മെഡിക്കൽ കോളേജിൻ്റെ അവിടെ വെച്ചാണ് ഈ ഒരു ചേട്ടനെ കണ്ടത്. അപ്പം വെയിലത്ത് ടിക്കറ്റും വിറ്റ് വരുന്ന ചേട്ടനെ കണ്ടപ്പോൾ നമുക്ക് വളരെ സങ്കടം തോന്നി. അപ്പോൾ കഴിച്ചോട്ടാന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇല്ല മക്കളെ കഴിച്ചൊന്നുമില്ല, ഒരു ടിക്കറ്റ് എടുക്കുമെന്ന് ചോദിച്ചപ്പോൾ ടിക്കറ്റ് എടുക്കുന്നതിന് മുമ്പ് പുള്ളിക്കാരന് കുറച്ച് ഫുഡ് കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ കഴിക്കുന്നു ചോദിച്ചപ്പോൾ കഴിക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഒരു കുപ്പി വെള്ളവും വാങ്ങിക്കൊടുത്തു. അപ്പോൾ പുള്ളിക്കാരൻ നല്ല വിശപ്പുണ്ടായിരുന്നു മനസ്സിലായി. കാരണം ആ കറിയൊക്കെ ഒന്ന് വന്നിട്ട് അഴിച്ചു തരുമോ, വെള്ളമൊക്കെ വന്നിട്ടൊന്ന് തുറന്നു തരുമോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ ഇതെല്ലാം തുറന്നു കൊടുത്തു. അപ്പം ഈ ബർത്ത്ഡേ വന്നിട്ട് ഞാൻ അതിൽ ഒരിക്കലും മറക്കില്ല. കാരണം പണ്ട് തൊട്ടുള്ളൊരു ആഗ്രഹമാണ് ഒരു ബർത്ത്ഡേക്കായാലും ബാക്കിയുള്ളവരൊന്ന് ഹാപ്പി ആക്കണം, ഒരു നേരത്തെ ആഹാരം കൊടുക്കണമെന്ന്. അപ്പോൾ വിഷ് ചെയ്ത് എല്ലാവർക്കും നന്ദി. അപ്പം ഹാപ്പി വിഷു.